പ്രൈം ടൈം ന്യൂസിൽ വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുക്കം, പ്രഖ്യാപനം നാളെ. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ വൈകിട്ട് 3 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും നാളെ പ്രഖ്യാപിക്കും. ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കമ്മീഷൻ വിലയിരുത്തി. 17ാം ലോക്സഭയുടെ കാലാവധി ജൂൺ 15-നാണ് അവസാനിക്കുന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ ഇതിനുള്ളിൽ പൂർത്തിയാകണം. 2014-19 വർഷങ്ങളിലേതിന് സമാനമായി ഏപ്രിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും ഇക്കുറിയും വോട്ടെടുപ്പ്. ഇന്ന് രാവിലെ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വിലയിരുത്തി. നാളെ രാവിലെ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണ യോഗം തീയതികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. തുടർന്ന് 3 മണിക്ക് വിഖ്യാൻ ഭവനിലാകും പ്രഖ്യാപനം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 7 ഘട്ടങ്ങളിലായാകും തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന നാളെ മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി ജ്ഞാനേഷ് കുമാർ, സുഖ്ബിന്ദർ സിംഗ് സന്ധു എന്നിവർ ഇന്ന് ചുമതലയേറ്റു. 2019 തെരഞ്ഞെടുപ്പിൽ 381 സീറ്റുകൾ നേടിയായിരുന്നു മോദി സർക്കാർ അധികാരം നിലനിർത്തിയത്. 303 സീറ്റുകളുമായി BJP അന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. കോൺഗ്രസിന് 52 മണ്ഡലങ്ങളിലായിരുന്നു വിജയം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയോഗിക്കാനുള്ള സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റിയതിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചെങ്കിലും അടിയന്തരമായി ഇടക്കാല ഉത്തരവിന് തയ്യാറായില്ല. നിയമനിർമ്മാണ തീരുമാനങ്ങളിൽ സാധാരണ ഇടപെടുന്ന പതിവില്ല എന്നാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ NDA തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു. സംസ്ഥാനത്ത് ക്രമസമാധാന നില മോശമാണെന്നും ക്രൈസ്തവ പുരോഹിതർ ആക്രമിക്കപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും പത്തനംതിട്ടയിലെ പ്രചാരണ പരിപാടിയിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിൽ BJP പ്രവർത്തകർക്ക് ഊർജ്ജമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ. മോദിയുടെ രാഷ്ട്രീയ ഭാഷണം കയ്യടികളോടെയാണ് BJP പ്രവർത്തകർ എതിരേറ്റത്. സ്വാമിയേ ശരണം അയ്യപ്പ, പത്തനംതിട്ടയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പത്തനംതിട്ടയിൽ മുൻപത്തെ പോലെ തന്നെ ശരണം വിളിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത്. പിന്നെ മലയാളത്തിലുള്ള അഭിസംബോധന. ശേഷം LDF UDF മുന്നണികളെ കണക്കറ്റ് വിമർശിച്ചു. മാറി മാറി ഭരിച്ച മുന്നണികൾ കേരളത്തെ അഴിമതിയുടെ കേന്ദ്രമാക്കി. ക്രിസ്തീയ പുരോഹിതരെ പള്ളികളിൽ കയറിപ്പോലും ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായെന്നും പ്രധാനമന്ത്രി. LDF और UDF ने अपनी आंखें बंद कर रखी है. केरला में कानून व्यवस्था का हाल भी बहुत बुरा है. यहां तक कि चर्च के पादरी भी हिंसा के शिकार हो रहे हैं. ലോക്സഭയിൽ ഇത്തവണ 400 കടക്കുമെന്ന് നരേന്ദ്രമോദി. अब की बार 400 पार. अब की बार ഇത്തവണ 400-ലധികം. പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയാണ് പൊതുസമ്മേളനം നടക്കുന്ന പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയായിരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വേദിയിൽ പ്രഖ്യാപിച്ചു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കൽ BJPക്ക് കുറിയ അഭിമാന പ്രശ്നമാണ്. അതിലുപരി തെക്കേ ഇന്ത്യയാണ് ലക്ഷ്യം. സാധ്യമാകുമോ മോദി നാമത്തിൽ BJPയുടെ മിഷൻ സൗത്ത് ഇന്ത്യ? ടീം 24 പത്തനംതിട്ട. കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി LDF-ഉം BJP-യും. K. മുരളീധരനായി പരവതാനി വിരിച്ചാണ് താൻ BJP-യിലേക്ക് വന്നതെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വിമർശിച്ചു. BJP-യിലേക്കുള്ള ഒഴുക്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സമസ്തയും രംഗത്തെത്തി. പത്മജയും പത്മിനിയും ഉദയകുമാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശനം UDF-ന് നൽകിയ തിരിച്ചടി ചെറുതല്ല.
നേതാക്കളുടെ ആശങ്കയ്ക്ക് മുകളിലേക്കാണ് പത്മജയുടെ പരസ്യ വെല്ലുവിളി. കെ മുരളീധരനും കോൺഗ്രസ് വിടുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ AICC ആസ്ഥാനം പൂട്ടുമെന്നും പത്മജ. അത് കെ മുരളീധരന് അടുത്ത് നിന്നത് മനസ്സിലായിക്കോളും. അദ്ദേഹം എന്റെ ഭാഗ്യം മനസ്സിലാക്കിയ എന്റെ സഹോദരനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. CPM-ലെയും കോൺഗ്രസിലെയും അസംതൃപ്തരായ നേതാക്കളുമായി ചർച്ചകൾ നടന്നെന്ന് BJP സ്ഥിരീകരിച്ചു. താഴേക്കിടയിലുള്ള നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ പട്ടികയിലുണ്ടെന്ന് NDA പാലക്കാട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ 24-നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, CPM-ലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള അതൃപ്തരായിട്ടുള്ള ആളുകൾ ആ പ്രസ്ഥാനങ്ങളിൽ ആശ ഇല്ലാതെ ഇനി ആ പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ നിരവധിയുണ്ട്. അവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. താൽക്കാലിക കോപത്തിന്റെ പേരിലാണ് പത്മജയും അനിൽ ആന്റണിയും പാർട്ടി വിട്ടതെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. അവര് സത്യം പറഞ്ഞ ഒരു താൽക്കാലിക ക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പോയവരാണ്. ഈ പോയത് ശരിയല്ല എന്നവർക്ക് തോന്നണം. അതിനവർക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടണം. ആ ബ്രീത്തിങ് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വീണ്ടും വിചാരത്തോടുകൂടി തന്നെ അവർ കോൺഗ്രസിൽ മടങ്ങി വരും. കോൺഗ്രസിന് അണികളെയും ജനങ്ങൾക്ക് കോൺഗ്രസിനെയും വിശ്വാസമില്ലാതായെന്നും ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് ദുർബലപ്പെട്ടുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന് അണികളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആരാണ് BJP-യിലേക്ക് പോകാതിരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ഗ്യാരണ്ടിയില്ല. നേതാക്കളുടെ BJP പ്രവേശനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപ്രസംഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ജനാധിപത്യവും മതേതരത്വവും പിന്തുടരുന്നവരുടെ പ്രതീക്ഷകൾ ഊറ്റിക്കെടുത്തുന്നതാണ് കൂടുമാറ്റമെന്നാണ് പേടിപ്പിക്കുന്ന കൂടുമാറ്റമെന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലുള്ളത്. കോൺഗ്രസിൽ നിന്ന് CPM-ലേക്കോ തിരിച്ചോ ആയിരുന്നു പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ആഭ്യന്തര വിപണിയിലെ റബ്ബർ വില വർദ്ധിപ്പിക്കാൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. റബ്ബർ കയറ്റുമതിക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു. കിലോയ്ക്ക് 5 രൂപ ഇൻസെന്റീവാണ് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് 200 രൂപയ്ക്ക് മുകളിലെത്തിയിട്ടും ആഭ്യന്തര കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിച്ചിരുന്നില്ല. RSS 1 മുതൽ RSS 4 വരെയുള്ള റബ്ബർ ഷീറ്റിനാണ് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് ഏർപ്പെടുത്തിയത്. 1 കിലോയ്ക്ക് 5 രൂപ എന്ന നിരക്കിലാണ് കയറ്റുമതി ഇൻസെന്റീവ്. 40 ടൺ വരെ കയറ്റുമതി ചെയ്യുന്നവർക്ക് 2 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. Only for export of rubber sheets, he has announced ₹5 per kg for short time for the scheme period for at least a quarter up to June 2024. കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് കയറ്റുമതിക്കാരുമായും ഡീലേഴ്സുമായും ചർച്ച നടന്നു. ഉൽപാദനക്കുറവ് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കയറ്റുമതിക്കാർ പറഞ്ഞു. എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടർക്ക് കിലോഗ്രാമിന് 5 രൂപ വെച്ച് ഇൻസെന്റീവ് കൊടുക്കണം. ഷീറ്റ് റബ്ബറിന് ലാറ്റക്സിന് നിലവിൽ 2 രൂപ വെച്ച് കിലോയ്ക്ക് ഉണ്ടായിരുന്നു. അത് തുടരും. എത്ര വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ, കൂടുതൽ എക്സ്പോർട്ടേഴ്സ് ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് റബ്ബർ ബോർഡ് ശ്രമിക്കുന്നത്. അപ്പം ഇനി ഒരാൾക്ക് കുറച്ച് റബ്ബറെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളതിലും അദ്ദേഹത്തിനും ആ എക്സ്പോർട്ടർക്കും ഈ 2 ലക്ഷം രൂപയുടെ പരിധിയിൽ കൊണ്ടുവരും. ജൂൺ വരെയാണ് ഇൻസെന്റീവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റത്തിനനുസരിച്ച് ഇൻസെന്റീവ് തുടരണമോ എന്ന കാര്യത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കും. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് 200-ന് മുകളിലെത്തിയിട്ടും ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിച്ചിരുന്നില്ല. ഇത് കർഷകരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ടോബി ജോൺസൺ, 24 കോട്ടയം. കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ച പോലീസ് നടപടി മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. റാലിക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കന്യാകുമാരിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ DMK-യെ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഈ മാസം 18-ന് മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെ 4 കിലോമീറ്ററിലാണ് റാലി നിശ്ചയിച്ചിട്ടുള്ളത്. 1998-ലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയുണ്ടായ സ്ഫോടനവും പൊതുപരീക്ഷയും ഫ്ലെക്സ് നിരോധനവുമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോയമ്പത്തൂർ സിറ്റി പോലീസ് അനുമതി നിഷേധിച്ചത്. ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച BJP-ക്ക് അനുകൂല ഉത്തരവ് ലഭിച്ചു. റാലിക്ക് അനുമതി നൽകണമെന്നും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് പോലീസിനോട് നിർദ്ദേശിച്ചു. തമിഴ് സഹോദര സഹോദരികളെ വണക്കം. ഇന്ന് കന്യാകുമാരിയിൽ നടന്ന റാലിയിൽ DMK ഇന്ത്യ സഖ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചു. DMK കോൺഗ്രസ് സഖ്യത്തെ തമിഴ് ജനത തൂത്തെറിയും. കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് DMK-യുടെ രാഷ്ട്രീയം.
ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. DMK തമിഴ്നാടിനെ വികസിത സംസ്ഥാനമാക്കിയില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ തമിഴ്നാട്ടിലെ പ്രകടനം ഇന്ത്യ സഖ്യത്തെ തൂത്തെറിയുമെന്നും മോദി പറഞ്ഞു. 3 ദിവസങ്ങൾ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ തുടരും. തമിഴ്നാട്ടിൽ സേലം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് റാലി. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലും പ്രധാനമന്ത്രി എത്തും. 24 ചെന്നൈ. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ ED നൽകിയ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് നടപടികൾ തുടരാം. മജിസ്ട്രേറ്റ് കോടതി നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി R. അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, തുടർച്ചയായി ED സമൻസ് അയച്ചിരുന്നുവെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. എന്തായാലും കെജ്രിവാൾ നേരിട്ട് ഹാജരാകേണ്ടി വരുമല്ലേ? തീർച്ചയായിട്ടും പ്രവിത, കാരണം ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട തുടർച്ചയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സമൻസ് നൽകിയിരുന്നു. പക്ഷേ ഈ സമൻസുകളെല്ലാം അവഗണിച്ച ഘട്ടത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കോടതിയെ സമീപിക്കുന്നത്. തുടർന്ന് ഈ ചോദ്യം ചെയ്യലിന് അതിൽ യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നായിരുന്നു EDയുടെ വാദം. അങ്ങനെയാണ് മജിസ്ട്രേറ്റ് കോടതി നേരിട്ട് ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം കേജ്രിവാളിന് നൽകുന്നത്. ആ നിർദ്ദേശം അനുസരിച്ച് നാളെയാണ് ആ ദിവസം. പക്ഷേ ഇതിനു മുൻപായിട്ടാണ് ഡൽഹി കോടതിയെ, സെഷൻ കോടതിയെ അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചത്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. അതായത് ED നൽകിയ പരാതിയിൽ മജിസ്ട്രേറ്റ് കോടതി നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന കേജ്രിവാളിന്റെ ആവശ്യം അത് ഡൽഹി കോടതി തള്ളിയിരിക്കുന്നു. ഇളവുകൾക്കായി വിചാരണ കോടതിയെ സമീപിക്കാമെന്നുകൂടി കോടതി പറയുകയുണ്ട്. എന്തായാലും ആ ഒരു കേജ്രിവാളിന്റെ ആവശ്യം അതിപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. നാളെ നേരിട്ട് ഈ ഒരു നടപടിയിൽ നാളെ നേരിട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഹാജരാകേണ്ടി വരും. കവിത. ശരി, R. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K. കവിത അറസ്റ്റിലായിരിക്കുകയാണ്. ഹൈദരാബാദിൽ കവിതയുടെ വസതിയിൽ ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K. കവിത അറസ്റ്റിൽ. ഹൈദരാബാദിൽ കവിതയുടെ വസതിയിൽ ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. ആം ആദ്മി പാർട്ടിക്ക് 100 കോടി രൂപ കൈക്കൂലി നൽകിയ ദക്ഷിണേന്ത്യൻ സംഘത്തിൽ K. കവിതയും ഉണ്ടെന്നാണ് EDയുടെ ആരോപണം. മനീഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഈ കേസ് ബന്ധപ്പെട്ട് നിരവധി തവണ കവിതയെ ED ചോദ്യം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ റെയ്ഡിന് ശേഷമാണല്ലോ കവിത അറസ്റ്റിലാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മുൻപായാണ് ED സംഘം, ഡൽഹിയിൽ നിന്നുള്ള ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ സംഘമാണ് ഇവിടെ ഹൈദരാബാദിലെ കവിതയുടെ വീട്ടിലെത്തുകയും അവിടെ പരിശോധന നടത്തുകയും ചെയ്തത്. പരിശോധന നടക്കുന്ന വേളയിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം പുറത്തുണ്ടായിരുന്നു. BRC നേതാവായിട്ടുള്ള ഹരീഷ് റാവു കവിതയുടെ വീട്ടിലേക്ക് എത്തുകയും അദ്ദേഹത്തെ തടയുകയും ഒക്കെ ഉണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തടയുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ നിലനിൽക്കുകയാണ് ഈ റെയ്ഡ് പൂർത്തീകരിക്കുകയും കവിതയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ED സംഘം ഇന്ന് തന്നെ ഒരുപക്ഷെ ഡൽഹിയിലേക്ക് കവിതയെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു സാഹചര്യത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് BRCയെ സംബന്ധിച്ച ഈ പറഞ്ഞ രീതിയിലുള്ള കവിതയുടെ അറസ്റ്റ് എന്ന് പറയുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട 100 കോടി രൂപ കൈക്കൂലി നൽകി എന്നുള്ളതാണ് ഈ കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് എന്തായാലും ഇപ്പോൾ കവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് EDയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം കലൂരിൽ ഗോഡൌണിന് തീപിടിച്ചു. കലൂർ കറുകപ്പള്ളി റോഡിലുള്ള ഗോഡൌണിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, എത്രത്തോളം വലിയ തീപിടുത്തമാണിത്? വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഫയർഫോഴ്സ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഗോഡൌണിന്റെ വാതിൽ ഇതുവരെ തുറക്കാൻ സാധിച്ചിട്ടില്ല. അകത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള നിരവധി സാധനങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ക്ലബ് റോഡിൽ നിന്നും ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ്, ഗാന്ധിനഗറിൽ നിന്നും ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ അങ്ങോട്ട് എത്തി. ഇടുങ്ങിയ റോഡായതിനാൽ ഫയർഫോഴ്സിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അവിടെ കനത്ത പുക വ്യാപിക്കുകയാണ് ആ പ്രദേശമാകെ. കലൂരിലാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പുക വളരെ പെട്ടെന്ന് ആ പ്രദേശമാകെ വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് ഇപ്പോൾ മുകൾ ഭാഗത്തു നിന്ന് കെട്ടിടത്തിന്റെ ഷീറ്റുകൾ പൊളിച്ച് ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും തീപിടുത്തം വലിയ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് തീപിടിച്ചതാണ് ഇപ്പോൾ കനത്ത പുക ഉൾപ്പെടെ ഉയരാൻ കാരണം. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് വ്യക്തമല്ല. പക്ഷേ തീ വ്യാപിച്ച് ആ പ്രദേശമാകെ ഇപ്പോൾ പുക നിറഞ്ഞ നിലയിലാണ്. കലൂരിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഗോഡൌണിനാണ് തീപിടിച്ചത്. കലൂർ കറുകപ്പള്ളി റോഡിലുള്ള ഗോഡൌണിനാണ് തീപിടിച്ചത്. വിവരങ്ങളാണ് ശ്യാംകുമാർ നൽകിയത്.
ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വീണ്ടും വിമർശിച്ച സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ വിവരങ്ങളിൽ ബോണ്ടിന്റെ സീരിയൽ നമ്പർ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ SBI മറുപടി നൽകണം. ഇലക്ട്രൽ ബോണ്ട് പദ്ധതിക്ക് എതിരെ CPIM വിമർശനം തുടരും. എന്തുകൊണ്ടാണ് എല്ലാ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാത്തത് എന്ന് ചോദിച്ച സുപ്രീം കോടതി ബോണ്ട് നമ്പറുകൾ വെളിപ്പെടുത്താത്തതിൽ SBIക്ക് നോട്ടീസ് നൽകി. വരുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും നിർദ്ദേശിച്ചു. നമ്പറുകൾ വെളിപ്പെടുത്തിയാൽ ബോണ്ട് വാങ്ങിയവർ ആർക്കാണ് അവ നൽകിയതെന്ന് വ്യക്തമാകും. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. മുദ്രവച്ച കവറിൽ കൈമാറിയ രേഖകൾ തിരികെ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. രേഖകളുടെ പകർപ്പ് കൈവശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കമ്മീഷന്റെ ആവശ്യം. വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഇലക്ട്രൽ ബോണ്ട് പൂർണ്ണമായും കുറ്റമറ്റതല്ലെങ്കിലും പഴയ രീതിയെക്കാളും മെച്ചപ്പെട്ടതായിരുന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിലൂടെ കൈക്കൂലി നിയമവിധേയമാവുകയാണ് ചെയ്തതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. We actually moved amendments and successfully moved the amendments, which went back to the Lok Sabha, which rejected them because of the majority of the BJP. But the fears why all this debate took place in the parliament then was that this is nothing but the legalization of political corruption. And that's exactly being proved even by this elementary data. CPIM ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കില്ലെന്ന നിലപാടെടുത്ത പാർട്ടിയാണെന്നും പണം കിട്ടാത്തതാണെന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോർപ്പറേറ്റുകളുടെ പണം ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് വാങ്ങില്ല എന്ന് തീരുമാനിച്ച് അത് SBIയിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയാണ് CPIM CPI. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ SBI നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തുടർ നടപടി വ്യക്തമാക്കും. 24 ഡൽഹി. വൃത്തശുദ്ധിയുടെ നാളുകൾ. തതിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോക്കാം ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു.